ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനവും ഹരിതകർമ്മസേന യൂസർ ഫീ കളക്ഷൻ 100% പൂർത്തീകരണ പ്രഖ്യാപനവും സംഘടിപ്പിച്ച് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത്. ടാഗോർ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും ഹരിതകർമ്മസേന യൂസർ ഫീ കളക്ഷൻ 100% പൂർത്തീകരണ പ്രഖ്യാപനവുമാണ് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. പഞ്ചായത്ത് ടാഗോർ ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്ന് കേന്ദ്ര നികുതി പിരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 24 പൈസ. ഞാൻ കൃത്യമായി സംസ്ഥാന സർക്കാരിനോട് അഭിനന്ദിക്കുന്നു. തിരുമാറാടിയുടെ പ്രത്യേകതയുണ്ട്. പാരമ്പര്യമുള്ള പഞ്ചായത്ത്, എല്ലാ കാലത്തും നല്ല മികവ് പുലർത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. NGO എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു യുവ നേതാവ് എന്നപ്പോഴും വിശേഷിപ്പിക്കും. ഞങ്ങൾക്കെല്ലാവരും അർത്ഥം. ഞാൻ സ്പീക്കറായി വന്ന സമയത്ത് എൻ്റെ ഒരു ഫയലും അത് വെറ്ററൻ ഒളിമ്പിക്സിന് വീട്ടിൽ പോകാൻ വേണ്ടി വെറ്ററൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലും ഞാനതിന് മുമ്പേ പത്രത്തിൽ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ചടങ്ങിൽ പിറവം MLA അനൂപ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും പണി പൂർത്തിയാകാത്ത 3 വീടുകളുടെ പണി പൂർത്തിയാക്കുകയും തുടർന്ന് ഭൂമി സ്വന്തമായുള്ള 19 ഭവനരഹിതർക്ക് വീടൊരുക്കുകയും ചെയ്തിരുന്നു. അടുത്ത ഘട്ടത്തിൽ 30ഓളം പേരെയാണ് പരിഗണിക്കുന്നത്. ഭവനരഹിതർ ഇല്ലാത്ത തിരുമാറാടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ മാലിന്യ സംസ്കരണ രംഗത്തും തിരുമാറാടി പഞ്ചായത്ത് മുന്നേറുകയാണ്. കഴിഞ്ഞ വർഷം 29,35,550 രൂപയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് വകയിരുത്തിയത്. മുൻ MLA MJ ജേക്കബ്, ആശാ സനിൽ, ഉല്ലാസ് തോമസ്, MM ജോർജ് അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം.